إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത, ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും സദാ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. റമദാൻ മാസം അടുത്തു വരികയാണ്. സാധാരണഗതിയിൽ റമദാനൊക്കെ വന്നാൽ നമ്മിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖാന്തരം നമ്മളേവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്നുള്ള തേട്ടമായിരിക്കും. അതാണ് ഒരു വിശ്വാസത്തെ നിലനിർത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, നമ്മളൊക്കെ പല രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്, ചെയ്തു പോയവരാണ്. ആ തെറ്റുകുറ്റങ്ങളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നാൽ മതി, നമ്മൾ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാം. നമ്മിൽ നിന്ന് അമൽ സാലിഹ് വളരെ കുറവാണെന്ന് കരുതിക്കും, കുറച്ചേ ഉള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു തന്നാൽ അത് മതി, അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്താൽ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ. എന്നാൽ ഒരുപാട് അമൽ സാലിഹ്, ധാരാളം സൽക്രമങ്ങളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഗ്ഫിറത്ത് നൽകിയില്ല, നമ്മുടെ പാപങ്ങൾ അവന് പുറത്തു തന്നില്ല. എങ്കിൽ എത്രമാത്രം അമൽ സാലിഹ് ഉണ്ടായാലും അതുകൊണ്ടൊരു കാര്യവും ഉണ്ടാവുകയില്ല. അല്ലാഹുവിൻ്റെ മുന്നിലെത്തിയാൽ അതൊക്കെ പാളികൾ പോലെ, ചീളികൾ പോലെ, പാറി നടക്കുന്ന ധൂളികൾ പോലെ അതൊക്കെ അർത്ഥശൂന്യമായി പോകും. അതുകൊണ്ട് എപ്പോഴുമുള്ളൊരു ഗൗരവം നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ തൗഹീദാണ് നമുക്ക് മുഖ്യം, നമുക്കറിയാം. അതാണ് അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത്. ശിർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതും. ശിർക്കുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പല കർമ്മങ്ങൾ ഉണ്ടായാലും അവൻ്റെ സ്വർഗം തടഞ്ഞിരിക്കുകയാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സൂചനകൾ നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആത്യന്തികം വേണ്ടത് നമ്മുടെ ഹൃദയ വിശുദ്ധിയാണ്, ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് ചോദിച്ചു, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്, ആരാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അപ്പോൾ സഹാബികൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു മഹ്മൂമുൽ ഖൽബ് സദൂഖുൽ ലിസാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദൂഖുൽ ലിസാൻ ഉള്ളവനും മഹ്മൂമുൽ ഖൽബായ മനുഷ്യനുമാണ് ഏറ്റവും നല്ലവൻ. എന്ന് പറഞ്ഞാൽ ആരുടെ ഹൃദയമാണ് വെടിപ്പും വൃത്തിയുമുള്ളതായിത്തീരുന്നത്, ആരുടെ നാവാണ് നേരുച്ചരിക്കുന്നത്, സത്യം പറയുന്നൊരു നാവ്, കളവ് പറയാത്തൊരു നാവ്, എന്ത് ഇടപാടുകളിലും എന്ത് സാഹചര്യങ്ങളിലും സത്യം മാത്രം പറയുന്ന ഒരു നാവ്,
വൃത്തിയും വെളുപ്പുമുള്ള ശുദ്ധമായ ഭയഭക്തിയുള്ള ഒരു ഹൃദയം, അവരാണ് ജനങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നേരുച്ചിരിക്കുന്ന നാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലായി. എന്നാൽ ഈ വൃത്തിയും വെടിപ്പുമുള്ള ഹൃദയം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ള ഹൃദയമാണ്. നല്ല ശുദ്ധമായ വൃത്തിയുള്ള മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയമാണ്. ലാ ഇസ്മ ഫീ, അതിൽ പാപങ്ങളില്ല, ഒരു തരത്തിലും പാപങ്ങളില്ല. വലാ ബഗി, അതിന് കുറ്റവാസനയില്ല, കുറ്റം ചെയ്യണം, പാപങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു വാസനയുള്ള ഹൃദയമല്ല. വലാകില്ല, അതിൽ വിദ്വേഷമില്ല, പകയില്ല, വെറുപ്പില്ല, തീരാപ്പകയില്ല, കുടിപ്പകയില്ല, അങ്ങനെ ഒന്നും തന്നെയില്ല. വല ഹസദ്, അതുപോലെ തന്നെ കുശുമ്പില്ല എന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരാളുടെ ഈർഷ്യത ഉണ്ടാകുക, അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഏറ്റവും ശുദ്ധമായ ഹൃദയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിലൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാർ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന ആൾക്കാർ പറയും, വിശ്വാസികളെ പറ്റി പറയുകയാണ്, യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അവർ പറയുമെന്നാണ് വിശ്വാസികൾ, റബ്ബനാ ഇഗ്ഫിർ ലനാ, അല്ലാഹുവേ നീ നമുക്ക് പുറത്തു തരണമേ, വലിഇഖ്വാനിന, നമ്മുടെ സഹോദരന്മാർക്കും പുറത്തു തരണമേ. എനിക്ക് മാത്രം പുറത്തു തരണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ സ്വാർത്ഥത അവിടെ പോവുകയാണ്, അവിടെ ഫലശൂന്യമായി പോവുകയാണ്. എന്നെ മാത്രം പുറത്തു തരണേ എന്നുള്ള ഒരു തേട്ടമല്ല, എനിക്കും എൻ്റെ സഹോദരന്മാർക്കും പുറത്തു തരണമേ. ആരാണ് ഈ സഹോദരന്മാർ? അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനിൽ മുൻകടന്നവർ, ഈമാനിൽ മുൻകടന്നവർ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വസിച്ചതിന്റെ പേരിൽ, സത്യവിശ്വാസം സ്വീകരിച്ചവരുടെ പേരിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിദ്വേഷം നീ ഉണ്ടാക്കി തീർക്കല്ലേ, ഒരു വിദ്വേഷം ഉണ്ടാക്കി തീർക്കല്ലേ. മുസ്ലിമായ എൻ്റെ സഹോദരനോട്, സത്യവിശ്വാസി എൻ്റെ സഹോദരനോട്, ഒരു മുവഹ്ഹിദിനോട്, ശിർക്കിൽ നിന്ന് മുക്തമായവനോട്, തൗഹീദ് അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യനോട് യാതൊരു തരത്തിലും വിദ്വേഷം നീ ഉണ്ടാക്കി തീർക്കല്ലേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുമെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ പരസ്പരമുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കുന്നവരായിത്തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശേഷം വന്ന വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതയും ശുദ്ധീകരണവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അലാ ഉഖ്ബിർക്കും, അറിയണം, ഞാൻ നിങ്ങൾക്കൊരു വിവരം തരട്ടെയോ, അതേ, നിസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, ദാനധർമ്മേക്കാൾ ഏറ്റവും മഹത്തരമായ ഒരു പദവിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങളുണ്ട്, അതുപോലെ തന്നെ നോമ്പുകാരനാണ്. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും മഹത്തരമായ ഒരു പദവി അതെന്താണെന്ന് പറഞ്ഞു തരട്ടെയോ. അപ്പൊ സഹാബികൾ പറഞ്ഞു, ബലായ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനെ നമുക്കറിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ഇസ്ലാഹു ദാത്തിൽ ബൈൻ, അന്യോന്യമുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അന്യോന്യമുള്ള ബന്ധങ്ങൾ അത് ആർജവത്തോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കെട്ടുപോകാതെ, മുറിഞ്ഞു പോകാതെ, ഏതെങ്കിലും തരത്തിലുള്ള ബന്ധവിച്ഛേദനം വരാതെ രീതിയിൽ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നതാണ് നിങ്ങളിൽ ഏറ്റവും മഹത്തരമായ പദവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിസാരമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബന്ധവിച്ഛേദനം നടത്തുന്നവരാണ്. എന്തെങ്കിലും ഒരു നിസാരമായ മസലന്റെ പേരിൽ ചർച്ച ചെയ്ത് ഗ്രൂപ്പുകളും സംഘടനകളും കക്ഷികളും ഉണ്ടാക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തവരാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിലെ നേരിയ വിഷയത്തിന്റെ മേൽ ചർച്ച ചെയ്തിട്ട് ബന്ധവിച്ഛേദനും തലാഖുകളും ഡൈവേഴ്സുകളും പിണക്കങ്ങളും വെറുപ്പുകളും കഴിഞ്ഞുകൂടാൻ ഒരു മടിയുമില്ലാത്തവരാണ്. എന്നാൽ ആരാധന കർമ്മങ്ങളിൽ നമ്മൾ മുൻപന്തിയിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ആരാധനകളെക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി പറഞ്ഞു തരട്ടെയോ, നിങ്ങളിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ മുണ്ടിതരായി പോകും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക തഹ്ലിക്കു ശഹ്റു വലാകിൻ തഹ്ലിക്കു ദീൻ, ദീനിനെ ഇതിന് മുണ്ടനം ചെയ്തു കളയും,
ദീനിനത് പോയിക്കളിയും. നിങ്ങൾക്ക് നിസ്കാരവും നമുക്ക് നോമ്പും നമുക്ക് സക്കാത്തും ഒക്കെ ഉണ്ടാകും, പക്ഷെ കുടുംബ ബന്ധമില്ല, സഹോദര ബന്ധമില്ല, സുഹൃത്തുക്കളുമായി ബന്ധമില്ല. ഒരാൾ അസ്സലാമു അലൈക്കും ചൊല്ലിയാൽ കാണാത്ത പോലെ കേൾക്കാത്ത പോലെ തിരിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ, ഒരാൾക്ക് മുഖം കൊടുക്കാത്ത ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ നമ്മുടെ ദീനിനെ അത് പോക്കിക്കളിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തഖാതഉ, നിങ്ങൾ ബന്ധവിച്ഛേദനം നടത്തരുത്. ഒരു തരത്തിലും ബന്ധവിച്ഛേദനം നടത്തരുത്. അത് സഹോദരന്മാരുടെ തമ്മിലുള്ള ബന്ധമായിരിക്കാം, ആദർശ സഹോദരന്മാരുള്ള ബന്ധമായിരിക്കാം, ഭാര്യന്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധമായിരിക്കാം, ഭർത്താവിന്റെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായിട്ടുള്ള ബന്ധമായിരിക്കാം, അയൽപക്ക ബന്ധമായിരിക്കാം. ലാ തഖാതഉ, നിങ്ങൾ ബന്ധവിച്ഛേദനം നടത്തരുത്. വലാ തദാബറു, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തരുത്. വെറുപ്പുകളും പകയും തീരാപ്പകളും നിങ്ങൾ വെച്ച് പുലർത്തരുത്. വലാ തബാഗളു, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ അസൂയപ്പെടരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരായി തീരണം. അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരായി തീരണം. വലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല, ഒരു മുസ്ലിമിന് അനുവദനീയമല്ല തൻ്റെ സഹോദരനുമായിട്ട് അഹാഹു, തൻ്റെ സഹോദരനുമായിട്ട് 3 ദിവസത്തിലധികം ബന്ധവിച്ഛേദനത്തിൽ കഴിയുക എന്നത് അവൻ അനുവദനീയമല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സഹോദരനുമായി ബന്ധവിച്ഛേദനത്തിലാണ്, ഒരാൾ സലാം ചൊല്ലിയാൽ മടക്കുന്നില്ല, ഒരാൾ കണ്ടാൽ മിണ്ടുന്നില്ല, ഒരാൾ പോകുന്ന വഴിക്ക് അയാൾ ഉണ്ടെങ്കിൽ അതിലൂടെ പോകുന്നില്ല, ഒരാളുള്ള കല്യാണ സദസ്സിൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറുന്നില്ല എന്ന അവസ്ഥയിലാണ് ഒരാൾ കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവൻ ഹറാമിലാണ്, അവൻ ഹറാമിലാണ്. കാരണം എന്താ? വലാ യഖില്ലു ലിമുസ്ലിമിൻ, അവൻ അനുവദനീയമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാർ, അവൻ ചിലപ്പോൾ പരീക്ഷയിൽ നിന്ന് മുക്തനവനായേക്കാം, അവൻ ചിലപ്പോൾ വ്യഭിചാരത്തിൽ നിന്ന് മുക്തനായവനായേക്കാം, അവൻ വേണമെങ്കിൽ തോന്നിയ മാസത്തിൽ നിന്നും വൃത്തികളിൽ നിന്നും അവൻ മാറി നിൽക്കുന്നവനായിരിക്കാം. പക്ഷെ ബന്ധവിച്ഛേദനം നടത്തുന്ന മിണ്ടാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ അവൻ ഹറാമിലാണ് ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഹില്ലു ഹിജ്റത്തു ഫൗക സലാസതി അയ്യാമിൻ ഫൈനൽ തഖയ ഫസല്ലമ അഹദുമാ അലൽ ആഖിരി ഫറദ്ദ അലൈഹിൽ ആഖിറു സലാം ഇസ്തറക ഫിൽ അജ്ർ. രണ്ടുപേരും തമ്മിൽ മിണ്ടാത്ത കാലം കുറയായി, അല്ലെങ്കിൽ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ച് നടക്കുന്ന പ്രകൃതത്തിലാവുള്ളത് എങ്കിൽ ഒരാൾ സലാം ചൊല്ലി മറ്റേ ആൾ മടക്കിയാൽ രണ്ടാളും ആ ബന്ധവിച്ഛേദനത്തിൽ നിന്ന് മുക്തമായി, അവർ സഹോദരന്മാരായി തീർന്നു. ഇനി ഒരാൾ സലാം ചൊല്ലി മറ്റാള് മടക്കിയില്ല എങ്കിൽ സലാം ചൊല്ലിയവൻ ആ ബന്ധവിച്ഛേദനത്തിൽ നിന്ന് മുക്തനായി, അവൻ രക്ഷപ്പെട്ടു. ഇനി ഒരാൾ സലാം ചൊല്ലി മറ്റവൻ മടക്കിയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈൻ മാത വഹുമാ മുതഹാജിറാൻ ലാ യജ്തമയാനി ഫിൽ ജന്ന. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത പോലെ പോയി, അല്ലെങ്കിൽ കൈ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞങ്ങ് പോയാൽ ഈ 2 പേരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ഒരാൾക്ക് മിണ്ടണമെന്നുണ്ട്, അയാൾ സലാം ചൊല്ലി മറ്റോ മടക്കിയില്ല എങ്കിൽ ഈ 2 പേരും നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് സഹോദരന്മാരെ, എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഒപ്പം ഇബാദത്തുകൾ എമ്പാടും ഉണ്ടാവും, പക്ഷേ അല്ലാഹുവിനുള്ള മഗ്ഫിറത്തിനെ തടയപ്പെടും, അവിടെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുഫ്തഹുൽ അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ച രാവും വ്യാഴാഴ്ച രാവും സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നുണ്ട്. അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത തൗഹീദുള്ള മുവഹിദുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ച രാവും വ്യാഴാഴ്ച രാവും. ഇല്ലാ റജുലൻ കാനതു ബൈനഹു വ ബൈന അഖീ ഷഹ്ന, ആരിക്കൊഴികെ തന്റെ സഹോദരനുമായി വെറുപ്പിലും വിദ്വേഷത്തിലും കഴിഞ്ഞുകൂടുന്നവനൊഴികെ പറയപ്പെടുമെന്നാണ്. അവർ നന്നാകുന്നവരെ അവർക്ക് മഗ്ഫിറത്തില്ല, പാപമോചനമില്ല. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. അങ്ങനെ പറയുമെന്നാണ്. അതായത് അവർ നന്നാകുന്നവരെ
അവർക്ക് മഗ്ഫിറത്തില്ല, അവർക്ക് പാപമോചനമില്ല എന്നാണ്. സഹോദരന്മാരെ, ഇതിനെപ്പറ്റിയുള്ള ഗൗരവം നമുക്കാർക്കുമില്ല. സലാം ചൊല്ലിയാൽ മടക്കണോ, അതിനെപ്പറ്റി ചിന്തയില്ല. ബന്ധവിച്ഛേദത്തിൽ കഴിയുന്ന ഒരുപാട് കുടുംബക്കാരുണ്ടാകും, അതിനെപ്പറ്റി ശ്രദ്ധയില്ല. സഹോദരന്മാർ തമ്മിൽ മുഖം തിരിച്ചു കഴിയുന്ന അവസ്ഥയുണ്ടാകും, അതിനെപ്പറ്റിയും ശ്രദ്ധയില്ല. ഒപ്പം വിവാദത്ത് ചെയ്യാനും പള്ളി ബാങ്ക് കൊടുക്കുമ്പോൾ ഓടാനും അതിനൊക്കെ നമുക്ക് അങ്ങേയറ്റത്തും ഉത്സാഹമുണ്ടാകും. എന്താണ് ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്? അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് തടിയപ്പെടലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യജ്തമഅനി ഫിന്നാരി മുസ്ലിമൻ ഖതല കാഫിറ. അതായത് ഒരു മുസ്ലിമും കൊല്ലപ്പെട്ട കാഫിറും അവർ നരകത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ഒരു മുസ്ലിമും കൊല്ലപ്പെട്ട കാഫിറും നരകത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. വലാ യജ്തമഅനി ഫീ ജൗഫി മുഅ്മിനിൻ ഖുബാൻ ഫീ സബീലില്ലാഹ് വഫഹിയു ജഹന്നം. കഠിനമായ ചൂടും തിളച്ചു മറിയുന്ന നരകത്തിന്റെ ചൂടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പൊടിപടലം പുരണ്ട ഒരു സത്യവിശ്വാസിയുടെ വിശ്വാസവും അവന്റെ ആമാശയും നരകത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. വലാ യജ്തമഅനി ഫീ ഖൽബി അബ്ദിൽ ഈമാൻ വൽ അസദ്. അതുപോലെ അസൂയുള്ള, കുശുമ്പുള്ള, വെറുപ്പുള്ള, വിദ്വേഷമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയം ഈമാനുമായി സന്ധിക്കുകയില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. കുശുമ്പും വെറുപ്പും വിദ്വേഷവും പകയും തീരാപകയും ഉള്ള ഒരുത്തന്റെ ഹൃദയവും സത്യവിശ്വാസവും തമ്മിൽ അതൊരിക്കലും യോജിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബലക്കും, ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബലക്കും അൽ ഹസദ് വൽ ബഗ്വാ ഹിയൽ ഹാലിക. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ ബാധിച്ച മഹാരോഗം നിങ്ങളിലേക്കും ഇഴഞ്ഞെത്തിയിരിക്കുന്നു. നിങ്ങളിലേക്ക് മുമ്പുള്ള സമൂഹങ്ങളെ ബാധിച്ച മഹാരോഗം അത് നിങ്ങളിലേക്കും വന്നിരിക്കുന്നു. അതെന്താണ്? അത് കുശുമ്പും പകയുമാണ്. അത് എല്ലാറ്റിനെയും നശിപ്പിച്ചു കളിയും, എല്ലാറ്റിനെയും നശിപ്പിച്ചു കളിയും. ദീനിനെ മതമില്ലാതാക്കി കളിയും. മറ്റുള്ളവരുള്ള വെറുപ്പും വിദ്വേഷവും എന്നത് സഹോദരന്മാരെ നമ്മൾ ഒഴിവാക്കി തീർക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് മനസ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, തുറമുൽ ഫിത്നതു അലൽ ഖുലൂബിൽ കൽ ഖസീർ ഊദൻ ഊദ. ഒന്നിന് പിറകെ മറ്റൊന്നായി പായ അടിയാളം ഉണ്ടാക്കുന്നത് പോലെ കുഴപ്പം ഹൃദയങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഫയ്യു ഖൽബിൻ ഉശ്റബഹ ഉശ്രിബഹ നുകിത ഫീഹി നുക്തതൻ സൗദാ. ഏതൊരു ഹൃദയമാണോ, അത് ഏതൊരു ഹൃദയത്തിലാണോ അത് പ്രവേശിക്കുന്നത്, അവിടെ ഒരു കറുത്ത അടിയാളം അത് രേഖപ്പെടുത്തി വെക്കും. വയ്യു ഖൽബിൻ അൻകറഹ നുകിത ഫീഹി നുക്തതൻ ബൈളാ. ഏതൊരു ഹൃദയമാണോ അത് തടിയുന്നത്, ആ തടിയുന്ന ഹൃദയത്തിൽ ഒരു വെളുത്ത അടിയാളം രേഖപ്പെടുത്തി വെക്കും. ഹത്താ തസീറ അലാ ഖൽബൈൻ. അങ്ങനെ രണ്ട് ഹൃദയം ഉണ്ടാകുമെന്നാണ്. അലൽ അബിയൽ മിസ്ലി സഫാ ഫലാ തദറു ഫിതറത്തുൻ മാ ദാമത്തു സമാവാതു വൽ അർദ്. ഒന്ന് വെളുത്തതും മിനുസമുള്ള കല്ല് പോലെയായിരിക്കും. ആകാശഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം അതിലൊരു നാശനഷ്ടവും വരികയില്ല. വിശുദ്ധമായ ഹൃദയം, ശുദ്ധമായ ഹൃദയം, വളരെ ക്ലിയറായ ഹൃദയം, അത് വളരെ മിനുസമുള്ള വെളുത്ത കല്ല് പോലെയായിരിക്കും. വളൽ ആഖിറു അസ്വദു മുർബാദൻ കൽഖൂദി മുജഹിയൻ ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറൻ ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാ. അതായത് ഒരു ഹൃദയം എന്ന് പറയുന്നത്, മറ്റേ ഹൃദയം എന്ന് പറയുന്നത് കഠിനമായ കറുപ്പുള്ളതും കവിഴ്ന്നിരിക്കുന്ന കൂജ പോലെയുമാണ്. ഇപ്പൊ നമ്മൾ കവിഴ്ന്നിരിക്കുന്ന ഒരു പാത്രം വെച്ചാൽ എങ്ങനെയായിരിക്കും? ആ പാത്രത്തിലുള്ള ഒന്നും കയറുകയില്ല, ഒരു വെള്ളം കയറുകയില്ല. കഠിനമായ മഴയുള്ള സമയത്ത് പോലും ഒരു കവിഴ്ന്നിരിക്കുന്ന പാത്രം വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ പാത്രത്തിലൂടെ വെള്ളം പ്രവേശിക്കുകയില്ല. എന്നതുപോലെയാണ് കറുത്ത ഹൃദയം എന്ന് പറയുന്നത്. അതിലേക്ക് ഒരു നന്മയും പ്രവേശിക്കുകയില്ല, ഒരു നന്മയും അത് ഗ്രഹിക്കുകയില്ല, ഒരു തിന്മനെയും അത് നിഷേധിക്കുകയില്ല. ഏത് മാത്രമാണ്? ഇല്ല ഇച്ഛ മാത്രമായിരിക്കും അതിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാകുക. ദേഹേച്ഛ മാത്രമായിരിക്കും അതിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാകുക. സ്വാർത്ഥതകൾ, താല്പര്യങ്ങൾ, അത് മാത്രമായിരിക്കും അതിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാകുക എന്നാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, ദേഹേച്ഛ മുക്തമായ ഒരു ഹൃദയത്തിന്റെ ഉടമകളാകാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമായിരിക്കണം. ആ ദേഹേച്ഛ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത്തരം ഹൃദയങ്ങളിൽ വെറുപ്പും വിദ്വേഷിയും പകയും ഒക്കെ ഉൾക്കൊള്ളുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ദേഹേച്ഛനെ എതിർക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ കരീമിൽ പല രൂപത്തിലും വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ. ആകയാൽ അല്ലാഹുവിനാണ് മികച്ച തെളിവുള്ളത്.
അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം പറയുന്നത് വലാ തത്തബി അഹ്വാഅല്ലദീന കസ്സബൂ ബിആയാതിനാ വല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി വഹും ബിറബ്ബിഹിം യഅ്ദിലൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയവരും പരലോകത്തിൽ വിശ്വസിക്കാത്തവരും തങ്ങളുടെ റബ്ബിനെ സമന്മാനം വെക്കുന്നവരുമായ ആളുകളുടെ ദേഹേച്ഛകളെ തന്നിഷ്ടങ്ങളെ താങ്കൾ പിന്തുടർന്നു പോകാൻ വേണ്ടി പാടുന്നില്ല. അതുകൊണ്ടാണ് വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഫമൻ കാന ലാ ബയ്യിനത്തിൻ മിർ റബ്ബി കമൻ സുയ്യിന ലഹു സൂഉ അമലിഹി വത്തബൂ അഹ്വാഅഹും. തന്റെ റബ്ബിൽ നിന്നുള്ള സ്പഷ്ടമായ തെളിവനുസരിച്ച് നിലകൊള്ളുന്ന ഒരാൾ സ്വന്തം ദുഷ്പ്രവൃത്തി അലങ്കൃതമായി തോന്നുകയും തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്ത ഒരുവനെ പോലെ ആകുമോ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രമാണം അനുസരിച്ച് നിലകൊള്ളുന്ന ഒരാളും സ്വന്തം ദേഹേച്ഛയെ അലങ്കൃതമായി തോന്നുന്ന ഒരാളും തമ്മിൽ അത് സമമാകുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സഹോദരന്മാർ, ഈ ദേഹേച്ഛ പല രൂപത്തിലും വരും. അത് വെറുപ്പായിട്ട് വരും, കോപമായിട്ട് വരും, മിണ്ടാട്ടമില്ലാതായിട്ട് വരും, ദൂർത്തായിട്ട് വരും, ചിലപ്പോൾ പൊങ്ങച്ചമായിട്ടും മടിയന്മാരായിട്ടും, അതുപോലെ തന്നെ അക്രമവും അനീതിയും വഞ്ചനയും തോന്നിയാസങ്ങളുമായിട്ടും, വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലും തികച്ചും സ്വാർത്ഥന്മാരായിട്ടും, ഒപ്പം ശിർക്കും വിദ്യത്തും എല്ലാ മാമൂലുകളും തോന്നിയാവാസങ്ങളും ഒക്കെയും ഉൾക്കൊള്ളുന്നൊരവസ്ഥയിൽ വരും. അതെന്താണ്? അത് ഹവാ എന്ന് പറയുന്ന ദേഹേച്ഛ ഒരു മനുഷ്യനെ പിടികൂടിയാലാണ്. മാത്രമല്ല, അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ഭൗതിക താല്പര്യങ്ങൾ മാത്രമായിരിക്കും, സ്വാർത്ഥതകളായിരിക്കും അവരെ മൂടിയിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലൗ ശീനാ ലറഫൈനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി വത്തബ ഹവാ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവ ദൃഷ്ടാന്തങ്ങൾ മൂലം അവന് ഉയർച്ച നൽകുമായിരുന്നു. പക്ഷെ അവൻ ഭൂമിയിലേക്ക് അത് ശാശ്വതമാണെന്ന രീതിയിലേക്ക് തിരിഞ്ഞു കളഞ്ഞു. നാം ശ്വസിക്കുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളൊക്കെ ഇത് എപ്പോഴും നിലനിൽക്കുന്ന അവസ്ഥയാണ് എന്ന രീതിയിലേക്ക് ഭൂമിയിലുള്ള വിഭവങ്ങളിലേക്ക് അവൻ തിരിഞ്ഞു കളഞ്ഞു. അവന്റെ തന്നിഷ്ടത്തെ അവൻ പിൻപറ്റുക മാത്രമാണ് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം തന്നിഷ്ടങ്ങളെ പിൻപറ്റുന്നവരെ പറ്റി വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വസിച്ചവരെ, കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെന്ന നിലയിൽ കണിശമായി നീതി വർത്തിക്കുന്നവരായിരിക്കണം. നീതി പുലർത്തുന്ന കാര്യത്തിൽ കണിശത പുലർത്തുന്നവരായിരിക്കണം. വലാ തത്തബിഉൽ ഹവാ, നിങ്ങൾ ഇച്ഛകളെ പിൻപറ്റരുത്, തോന്നിയാസങ്ങളെ പിൻപറ്റരുത്, ദേഹേച്ഛകളെ പിൻപറ്റരുത്. എല്ലാ തോന്നിയാസങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവനവന്റെ താല്പര്യങ്ങളാണ്, അവനവന്റെ സ്വാർത്ഥതകളാണ്, അവനവന്റെ ഇച്ഛകളാണ്, അവനവന്റെ മോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ പിൻപറ്റുന്നവരായി തീരരുത്. അൻതഅദിലു, നീതി പാലിക്കാതെ, നിങ്ങൾ വളച്ചൊടിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ സൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വിദ്വേഷമുക്തമായ ശുദ്ധമായ ഒരു ഹൃദയം നമ്മൾ കെട്ടിപ്പടുക്കിയാൽ മാത്രമേ അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന പരമമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നൽ അബ്ദ ഇദാ അഖ്ത ഖതിയതൻ നുകിതതു ഫീ ഖൽബി നുക്തത്തുൻ സൗദാ. അതായത് ഒരാളൊരു പാപം ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞു മറ്റൊരു ഹദീസ്, അയാളുടെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്ത് രേഖപ്പെടുത്തി വെക്കും. ഫൈദാ ഹുവ നസഗ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബഹു. എന്നാൽ അയാൾ പാപങ്ങളിൽ നിന്ന് മാറി അല്ലാഹുവിനെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്താൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ തെറ്റുകളുണ്ടോ ആ തെറ്റുകളിൽ നിന്ന് അയാൾ പരിപൂർണമായി മാറി അല്ലാഹുവിൽ ഇസ്തിഗ്ഫാർ ചെയ്ത് പശ്ചാത്തപിച്ച് മുന്നോട്ട് ഗമിച്ചാൽ അയാൾക്കുന്നുണ്ട് അയാളുടെ പതാപ സുഖില കൽബും, അയാളുടെ ഹൃദയം ശുദ്ധമാക്കപ്പെടുമെന്നാണ്.
ഇപ്പൊ നമ്മുടെ പാപങ്ങളൊക്കെയുണ്ട്, തെറ്റുകുറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ തോന്നിയാസങ്ങളൊക്കെയുണ്ട്. ഒപ്പം വിവാദത്തുകൾ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മറിച്ച് ചെയ്യുന്ന പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അത് പൂർണ്ണമായി വർജിച്ചാൽ മാത്രമേ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വഹി ലഭിച്ച പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ല, പക്ഷെ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഹൃദയങ്ങളുടെ മേൽ കറയുണ്ടാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതായത് വീണ്ടും അവൻ അതിലേക്ക് മടങ്ങിയാൽ അതെന്താവും? അത് അധികരിക്കപ്പെടും. ഇപ്പൊ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കുറച്ചുണ്ട്, ഒരുപാട് ഇബാദത്തുണ്ട്, വീണ്ടും തെറ്റുകുറ്റങ്ങളിലേക്ക് പോവുക. അപ്പോഴെന്താണ്? നമ്മുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന പ്രവർത്തന ഫലമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പുരണ്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇതിന്ന് മുക്തമാകാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വഴി എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, പാപമോചനത്തിലേക്ക് തേടുക എന്നുള്ളതാണ്. അങ്ങനെ പാപമോചനത്തിലേക്ക് തേടുമ്പോൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അയാൾ തൗഹീദ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, മറ്റുള്ള എല്ലാ ബന്ധവിച്ഛേദനങ്ങളിൽ നിന്നും, വെറുപ്പുകളിൽ നിന്നും, വിദ്വേഷങ്ങളിൽ നിന്നും മുക്തമായി കൊണ്ടുള്ളൊരു ജീവിതം അയാൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള ഇസ്തിഗ്ഫാർ, പാപമോചനം ലഭിക്കാൻ ഒരാൾ അർഹനാകുന്നുള്ളൂ. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കാര്യം എന്താണ്? മഹാനായ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വചനങ്ങളിൽ കാണാം, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ, മനുഷ്യന്മാർ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം നീ എന്നെ അപമാനിപ്പിക്കരുതേ, നീ എന്നെ അപമാനിക്കരുതേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മനുഷ്യന്മാരൊക്കെയും ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം എന്നെ നീ അപമാനിക്കരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു കുട്ടികളും സമ്പത്തും ഉപകാരപ്പെടാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി അല്ലാഹുവിൽ ചെന്നവർക്കൊഴികെ. അപ്പൊ ശുദ്ധമായ ഹൃദയവുമായി അള്ളാഹുവിൽ ചെന്നവർക്കൊഴികെ അവിടേക്ക് എന്താണ്? ഇവിടേക്ക് അപമാനമാണ്, നാശമാണ്, അവിടേക്ക് ഏറ്റവും വലിയ നിന്ദ്യതയാണ്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ ഹൃദയവുമായി അള്ളാഹുവിലേക്ക് ചെന്നവർക്കൊഴികെ എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, നമ്മുടെ മനുഷ്യനെ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞില്ലേ, അലം നശ്റഹ് ലക സദ്റക, നിന്റെ ഹൃദയം വിശാലമാക്കി തന്നില്ലയോ? താങ്കളുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലയോ? അതുകൊണ്ട് തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ഇശ്റഹ് ലീ സദ്രി, എന്റെ ഹൃദയം വിശാലമാക്കി തരണമേ, എന്റെ ഹൃദയം നന്നാക്കി തരണമേ, വിശാലതമാക്കി തരണമേ. എല്ലാവിധ കുടുസിൽ നിന്നും, പൊങ്ങച്ചങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ സ്വാർത്ഥതകളിൽ നിന്നും, വിദേശങ്ങളിൽ നിന്നും മുക്തമായ ഒരു വിശാലമായ ഹൃദയമാക്കി തരണമേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണാം, റബ്ബി അഇന്നി, റബ്ബേ, എന്നെ നീ സഹായിക്കണമേ, എന്നെ നീ സഹായിക്കണമേ. വസിദ്ദ് ലിസാനി, എന്റെ വാക്കുകൾ സത്യമുള്ളതാക്കി തരണമേ, എന്റെ വാക്കുകൾ സത്യമുള്ളതാക്ക, കളവ് പറയാത്തൊരു നാവാക്കി മാറ്റ. വഹദി കൽബി, എന്റെ ഹൃദയത്തെ നേർവഴിയിലാക്ക, എന്റെ ഹൃദയത്തെ നേർവഴിയിലാക്കണമേ. വസുലുൽ സഹീമത സദ്രി, എന്റെ ഹൃദയത്തെ വിദ്വേഷമുക്തമാക്കണമേ, എന്റെ ഹൃദയത്തെ പകമുക്തമാക്കണമേ, എന്റെ ഹൃദയത്തെ വെറുപ്പിൽ നിന്ന് മുക്തമാക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടെന്ന്. ആ പ്രാർത്ഥനയാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ, എന്റെ നഫ്സിനെ നീ തഖ്വയിൽ അധിഷ്ഠിതമാക്കണമേ. വസക്കിയ അൻത ഖൈറു മൻ സക്കാഹാ, അതിനെ നീ സംസ്കരിക്കണമേ, അതിനെ നീ സംസ്കരിക്കണമേ. സംസ്കരിക്കുന്നതിൽ ഏറ്റവും ഉത്തമൻ അത് നീയാണല്ലോ, ഏറ്റവും ഉത്തമൻ അത് നീയാണല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അത്യാവശ്യ ദീനീ പ്രവർത്തനമുണ്ട്, എങ്കിൽ പകയും വിദ്വേഷവും അവരവരുടെ ഇബാദത്തുകളെ അത് കാർന്നു തിന്ന് കളിയും. അതുകൊണ്ട് തന്നെ വിദ്വേഷമുക്തമായ ഒരു ഹൃദയത്തിന്റെ പരിസമാപ്തിക്ക് വേണ്ടി, അതിനുവേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമം നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. എല്ലാ തിങ്കളാഴ്ച രാവും വ്യാഴാഴ്ച രാവും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും
സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അടിമകളിലേക്ക് നോക്കി ശിർക്ക് വെക്കാത്ത മുവഹിദുകൾക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓഫർ നൽകിയിട്ടുണ്ട്. പക്ഷെ പകയും വിദ്വേഷവും ഉള്ളവർക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റമളാനൊക്കെ വരുമ്പോൾ ആരുടെങ്കിലും തരത്തിൽ നീരസത്തിലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു പോകുന്നെങ്കിൽ അവരുമായി നന്നാകുകയും ഏറ്റവും നല്ല രീതിയിൽ ഈ വാദത്തിന്റെ പരിസമാപ്തിക്ക് വേണ്ടി പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക. എല്ലാവിധ വിദഗ്ധകളും ശിർക്കൻ പ്രവർത്തനങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ധൂർത്തുകളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുക. പുറത്തു കൊടുക്കേണ്ടവരെങ്കിൽ പുറത്തു കൊടുക്കുക. മാപ്പ് ചോദിക്കേണ്ടവർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. തൗഹീദോടെ ഇഖ്ലാസോടു കൂടി പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ എന്നിവയ്ക്കെയും തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഏതെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും സമയത്ത് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചരിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗപരമായ അവസ്ഥയെ തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. നമ്മുടെ മരണത്തിന്റെ അവസാന നിമിഷങ്ങൾ യഖീനോടുകൂടി, ദൃഢതയോടുകൂടി, ബുദ്ധിയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനും അവസാനം വരെ നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി മരിക്കാനുള്ള മഹത്തായ സൗഭാഗ്യം അല്ലാഹുവേ നമുക്ക് ഏവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ. നമ്മൾ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസിനികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസുഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മൾ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.